ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇൻ്റർവ്യൂ വിത്ത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. ഈ ചാപ്റ്ററിൻ്റെ മലയാളത്തിലുള്ള വിവരണം പാർട്ട് 1 വീഡിയോ ആയി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് കണ്ടിട്ടുള്ളവർക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Why are Adur Gopalakrishna's films rarely available in India? എന്തുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ ഇന്ത്യയിൽ എളുപ്പത്തിൽ ലഭ്യമല്ലാത്തത്? നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്. ആൻസർ നോക്കാം. Adur Gopalakrishna's films are not easily available in India because of the hurdle of language. He makes films in Malayalam and this limits the audience of his films to Kerala. ഭാഷയുടെ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്ത്യയിൽ എളുപ്പത്തിൽ ലഭ്യമല്ലാത്തത്. അടൂർ ഗോപാലകൃഷ്ണൻ പ്രധാനമായും സിനിമ ചെയ്യുന്നത് മലയാളത്തിലാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ സ്ക്രിപ്റ്റ് ഇൻ ഫിലിം മേക്കിംഗ് അക്കോർഡിംഗ് ടു അടൂർ? അടൂറിൻ്റെ അഭിപ്രായത്തിൽ ഫിലിം മേക്കിങ്ങിൽ, സിനിമാ നിർമ്മാണത്തിൽ തിരക്കഥയുടെ പങ്കെന്താണ്? നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ള പാരഗ്രാഫിൽ തന്നെയുണ്ട് ഈ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. According to Adur, scripting is the most important stage in filmmaking, but it should not be treated as final and inviolable. ഫിലിം മേക്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് സ്ക്രിപ്റ്റിംഗ്. പക്ഷേ അത് അന്തിമവും അലംഘനീയവുമായി കണക്കാക്കരുത്. എ സ്ക്രിപ്റ്റ് ഈസ് റിട്ടൺ ഇൻസൈഡ് എ റൂം. ഒരു റൂമിനുള്ളിൽ ഇരുന്നാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ബട്ട് ഓൺ ലൊക്കേഷൻ വെർ യു ഹാവ് നേച്ചർ ആൻഡ് റിയൽ പീപ്പിൾ ഇൻട്രാക്ടിങ് ദർ ഈസ് എവറി ചാൻസ് ഫോർ ചേഞ്ച്. പക്ഷേ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ യഥാർത്ഥ വ്യക്തികളും പ്രകൃതിയും എല്ലാമുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. Even the position of the sun during the day becomes a very critical factor. പകൽ സമയത്ത് സൂര്യൻ്റെ സ്ഥാനം പോലും വളരെ നിർണായകമായ ഘടകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ദ പ്രോസസ് ഓഫ് എഡിറ്റിംഗ് സ്റ്റാർട്ട്സ്? എഡിറ്റിംഗ് എന്ന പ്രക്രിയ എപ്പോഴാണ് ആരംഭിക്കുന്നത്? എഡിറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് ദ ടൈം ഓഫ് റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ തന്നെ എഡിറ്റിങ്ങും ആരംഭിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എഡിറ്റിംഗ് ഫോളോസ് ദ സ്ക്രിപ്റ്റ് സ്ട്രിക്ട്ലി. എഡിറ്റിംഗ് എന്നത് സ്ക്രിപ്റ്റിനെ, തിരക്കഥയെ കർശനമായി പിന്തുടരണമെന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ ഡസ് നോട്ട് റെഫർ ടു ദ സ്ക്രിപ്റ്റ് വൈൽ എഡിറ്റിംഗ്. എഡിറ്റ് ചെയ്യുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സ്ക്രിപ്റ്റ് നോക്കാറില്ല. Why does Adur's name come to the forefront along with that of Satyajit Ray when we discuss Indian cinema in a global context? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സത്യജിത് റേയുടെ പേരിനൊപ്പം കാണാവുന്ന ഒരു പേരാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അത് എന്തുകൊണ്ടാണ്? Adur's name come to the forefront along with that of Satyajit Ray when we discuss Indian cinema in a global context because these two filmmakers are not ready to compromise with the market pressures. സിനിമാ വിപണി സമ്മർദ്ദങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവരാണ് അടൂർ ഗോപാലകൃഷ്ണനും സത്യജിത് റേയും. Their films deal with real people, their problems and their aspirations. ഇവരുടെ സിനിമകൾ യഥാർത്ഥ മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നവയാണ്. നത്തിങ് ഈസ് ഫേക്ക് ഫോർ ഡ്രമാറ്റിക് ഓർ സ്പെക്ടാക്കുലർ ഇഫക്റ്റ്. സിനിമയ്ക്ക് ഭംഗി കൊണ്ടുവരുന്നതിന് വേണ്ടി ഒന്നും തന്നെ വ്യാജമായി ഉപയോഗിക്കാറില്ല. Their films portray life as lived in our country and they become authentic documents of Indian life. ഈ സിനിമകൾ എല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ യഥാർത്ഥ ജീവിതത്തെയാണ് ചിത്രീകരിക്കുന്നത്. അവയെല്ലാം ഇന്ത്യൻ ജീവിത രീതിയുടെ ആധികാരിക രേഖകളായി മാറുന്നു. വാട്ട് ഈസ് ഹിസ് ഒപ്പീനിയൻ അബൌട്ട് മേക്കിംഗ് ഫിലിംസ് ഇൻ അതർ ലാംഗ്വേജസ്? മറ്റ് ഭാഷകളിൽ സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് സത്യജിത് റേ ഹിന്ദിയിൽ സിനിമ ചെയ്ത പോലെ താങ്കളും ഹിന്ദിയിൽ സിനിമ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ആൻസർ. 2021 എക്സാമിന് 3 മാർക്കിൻ്റെ ചോദ്യമായി ഈ ക്വസ്റ്റ്യൻ വന്നതാണ്.
Adur Gopalakrishnan doesn't see the need of making films in other language. അന്യഭാഷയിൽ സിനിമ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. ഹി ഹാസ് ഓൺലി ബേസിക് നോളജ് അബൌട്ട് ഹിന്ദി ലാംഗ്വേജ്. അദ്ദേഹത്തിന് ഹിന്ദി ഭാഷയെക്കുറിച്ച് പ്രാഥമിക അറിവ് മാത്രമേ ഉള്ളൂ. In his opinion, language is the flower of a culture. It is not just a mere vehicle to transact ideas. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാഷ എന്നത് ഒരു സംസ്കാരത്തെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആശയങ്ങൾ കൈമാറാനുള്ള ഒരു വാഹകൻ മാത്രമല്ല ഭാഷ എന്ന് പറയുന്നത്. Why is each film by Adur considered as an experiment? എന്തുകൊണ്ടാണ് അടൂരിൻ്റെ ഓരോ സിനിമയും ഒരു പരീക്ഷണമായി കണക്കാക്കുന്നത്? ആൻസർ: Each film by Adur Gopalakrishnan is considered as an experiment because each time he makes a film, his attempt is to try things that he hasn't done before. അടൂരിൻ്റെ ഓരോ സിനിമയും ഒരു പരീക്ഷണമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഓരോ തവണ സിനിമ ചെയ്യുമ്പോഴും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പരീക്ഷിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. So, every time he poses before himself a new challenge and then try to meet it. The process is very interesting. ഓരോ പുതിയ സിനിമ ചെയ്യുമ്പോഴും അദ്ദേഹം തൻ്റെ മുൻപിൽ ഒരു പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുകയും അത് നേരിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സിനിമാ നിർമ്മാണം എന്നത് വളരെ എക്സൈറ്റിംഗ്, ആവേശകരമാണ്. വാട്ട് ഈസ് അടൂർ സ്റ്റാൻഡ് ഓൺ പോപ്പുലർ സിനിമ? ജനപ്രിയ സിനിമയെക്കുറിച്ച് അടൂരിൻ്റെ നിലപാടെന്താണ്? 2021 പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അടൂർ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് സിനിമ ബിക്കമിങ് പോപ്പുലർ. സിനിമ ജനപ്രിയമാകുന്നതിനോട് അടൂർ ഗോപാലകൃഷ്ണൻ എതിരല്ല. ഇൻ ഹിസ് ഒപ്പീനിയൻ ദർ ഈസ് നോ സച്ച് കാറ്റഗറൈസേഷൻ ലൈക്ക് പോപ്പുലർ സിനിമ ആൻഡ് പാരലൽ സിനിമ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ സിനിമയേ ഉള്ളൂ. സിനിമയെ പോപ്പുലർ സിനിമ, പാരലൽ സിനിമ എന്നിങ്ങനെ തരംതിരിക്കുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഓൾ ഫിലിം മേക്കേഴ്സ് ഇൻക്ലൂഡിംഗ് അടൂർ വോണ്ട് ദെയർ ഫിലിംസ് ടു ബി പോപ്പുലർ. അടൂർ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാക്കാർക്കും അവരവരുടെ സിനിമകൾ ജനപ്രിയമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. In their effort to make their films acceptable to the masses, people make all kinds of compromises and the end product turns out to be simply an average films. അവരവരുടെ സിനിമകൾ ജനങ്ങൾ അംഗീകരിക്കാനുള്ള അല്ലെങ്കിൽ സ്വീകാര്യമാക്കാനുള്ള അവരുടെ ശ്രമത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകളും ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് വെറും സാധാരണ ബോറിംഗ് സിനിമയായിരിക്കും. What does he say about award winning films? അവാർഡ് സിനിമകളെക്കുറിച്ച് അടൂർ എന്താണ് പറയുന്നത്? അവാർഡ് വിന്നിംഗ് ഫിലിംസ് ആർ ക്വാളിറ്റി ഫിലിംസ് ആൻഡ് ഡിസേർവ് ടു ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. അവാർഡ് ലഭിച്ച സിനിമകൾ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ നിലവാരമുള്ളതും അവ വ്യത്യസ്തമായി പരിഗണിക്കപ്പെടേണ്ടതുമാണ്. ഫോർ ഇൻസ്റ്റൻസ്, ബോത്ത് ഇൻ യൂറോപ്പ് ആൻഡ് ദ US, ഇഫ് എ ഫിലിം വിൻസ് എ ഗുഡ് പ്രൈസ് ഇൻ ആൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ, ഇറ്റ് ബിക്കംസ് എ സെല്ലിംഗ് പോയിന്റ്. ഉദാഹരണത്തിന്, യൂറോപ്പിലും അമേരിക്കയിലും ഒരു സിനിമ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ അവാർഡ് ലഭിച്ചാൽ ആ സിനിമ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും. ഇത്തരം അവാർഡുകളിലൂടെ ആ സിനിമയ്ക്ക് വാണിജ്യപരമായ നേട്ടവും ഉണ്ടാകുന്നു. ഇൻ അവർ കൺട്രി ദ എക്സ്പീരിയൻസ് ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ നേരെ വിപരീതമാണ്. എ ഫിലിം വിന്നിംഗ് എ നാഷണൽ അവാർഡ് ഈസ് ലുക്ക് ഡൗൺ അപ്പോൺ വിത്ത് സസ്പിഷൻ. ഒരു നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയെ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. Our distributors discreetly avoid it because they presume that popularity or commercial success is inversely proportional to the quality of the film. നമ്മുടെ സിനിമാ വിതരണക്കാർ ഇത്തരത്തിൽ അവാർഡ് കിട്ടിയ സിനിമകളെ മനഃപൂർവ്വം ജാഗ്രതയോടുകൂടി ഒഴിവാക്കുന്നു. ഒരു സിനിമയുടെ നിലവാരവും വാണിജ്യ വിജയവും എന്നത് വിപരീത അനുപാതത്തിലാണെന്നാണ് നമ്മുടെ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ വിശ്വാസം. നെക്സ്റ്റ്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 2019 തുല്യതാ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. 4 അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ദ ഫേമസ് മലയാളം ഫിലിം ഡയറക്ടർ, യൂസിംഗ് ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കുക. ഹിൻസ്:
Born on July 1941, son of Madhavan Unnithan and Moutattu Gauri Kunyamma, graduated in 1961. In 1962, joined Pune Film Institute, established Chitralekha Film Society and Chalachitra Sahakaran Sangham, scripted 11 featured films and several non-featured films. In 1972, National Award for Swayamvaram, noted films Kodiyettam, Kathapurushan, Madhilugal, Videyan. Received Padma Shri in 1984, Padma Vibhushan in 2006, Dada Saheb Phalke Award in 2004. പത്മവിഭൂഷണാണ്, പത്മഭൂഷൺ അല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവർക്ക് തെറ്റിപ്പോയതാണ്. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ഹിൻസ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. ഒന്നും എഴുതാൻ അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ഈ ഹിൻസ് അതുപോലെ തന്നെ ആൻസർ ഷീറ്റിലേക്ക് എഴുതി വയ്ക്കുക. 2 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും. നമ്മളിപ്പോൾ കണ്ട ഹിൻസ് ഉപയോഗിച്ച് സെൻറ്റൻസ് ആക്കി വേണം എഴുതാൻ. അടൂർ ഗോപാലകൃഷ്ണൻ വാസ് ബോൺ ഓൺ July 1941 ഇൻ മണ്ണടി, പത്തനംതിട്ട, ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള, ഇന്ത്യ. 1941 ജൂലൈയിൽ കേരളത്തിലെ പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ ജനിച്ചത്. ഹി വാസ് ദ സൺ ഓഫ് മാധവൻ ഉണ്ണിത്താൻ ആൻഡ് മൗട്ടത്ത് ഗൗരി കുഞ്ഞമ്മ. അദ്ദേഹം മാധവൻ ഉണ്ണിത്താൻ്റെയും മൗട്ടത്ത് ഗൗരി കുഞ്ഞമ്മയുടെയും മകനാണ്. He graduated in 1961 from Gandhigram Rural Institute. 1961 ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അദ്ദേഹം ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. ഇൻ 1962 ഹി ജോയിൻ ടു സ്റ്റഡി സ്ക്രീൻ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ ഫ്രം ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെ. 1962 അദ്ദേഹം സിനിമാ പഠനത്തിന് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. വിത്ത് ഹിസ് ക്ലാസ്മേറ്റ്സ് ആൻഡ് ഫ്രണ്ട്സ് ഗോപാലകൃഷ്ണൻ എസ്റ്റാബ്ലിഷ് ചിത്രലേഖ ഫിലിം സൊസൈറ്റി ആൻഡ് ചലച്ചിത്ര സഹകരണ സംഘം. അദ്ദേഹവും സഹപാഠികളും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയും ചലച്ചിത്ര സഹകരണ സംഘവും സ്ഥാപിച്ചു. Adur Gopalakrishnan has scripted and directed 11 featured films and several non-feature films. അടൂർ ഗോപാലകൃഷ്ണൻ 11 ഫീച്ചർ സിനിമകളും നിരവധി നോൺ ഫീച്ചർ സിനിമകൾക്കും തിരക്കഥയും സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻസ് ഡെബ്യൂ ഫിലിം ദ നാഷണൽ അവാർഡ് വിന്നിംഗ് സ്വയംവരം 1972 വാസ് എ മൈൽ സ്റ്റോൺ ഇൻ മലയാളം ഫിലിം ഹിസ്റ്ററി. അടൂർ ഗോപാലകൃഷ്ണൻ്റെ 1972 ഇറങ്ങിയ ആദ്യ ചിത്രമായ സ്വയംവരം മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. ഹിസ് നോട്ടബിൾ ഫിലിംസ് ആർ കൊടിയേറ്റം, കഥാപുരുഷൻ, മതിലുകൾ, വിധേയൻ എക്സെട്ര. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് കൊടിയേറ്റം, കഥാപുരുഷൻ, മതിലുകൾ, വിധേയൻ മുതലായവ. ഹി വാസ് awarded the state honors പത്മശ്രീ in 1984 and പത്മവിഭൂഷൺ in 2006. 1984 അദ്ദേഹത്തിന് പത്മശ്രീയും 2006 പത്മവിഭൂഷണും ലഭിച്ചു. He received the Dada Saheb Phalke Award in 2004 for his valuable contributions to Indian cinema. ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ വിലപ്പെട്ട സംഭാവനകൾക്ക് 2004 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. ഇൻ 2016 he was awarded the JC Daniel Award, Kerala government's highest honor for contributions to മലയാളം സിനിമ. 2016 അടൂരിന് മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനയ്ക്ക് കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാച്ച് എ ഫിലിം ബൈ അടൂർ ഗോപാലകൃഷ്ണൻ ദെൻ പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ ഫിലിം. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു ഫിലിം കണ്ട ശേഷം ഫിലിം റിവ്യൂ തയ്യാറാക്കുക. റിവ്യൂ ഹിൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നെയിം, മെയിൻ ഹീറോ, തീം, പ്ലോട്ട്, ക്യാരക്ടറൈസേഷൻ, പെക്യുലാരിറ്റീസ്. സിനിമയുടെ പേര്, മെയിൻ ആക്ടേഴ്സ്, തീം, ആശയം, സബ്ജക്റ്റ് എന്താണ്, പ്ലോട്ട്, കഥ നടക്കുന്നത് എവിടെയാണ്, ക്യാരക്ടറൈസേഷൻ, ഏതൊക്കെ ക്യാരക്ടറാണ്, ഈ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതുകൂടി എഴുതണം.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 8 മാർക്കിൻ്റെ എസ് ആയി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരുപാട് സിനിമകളുണ്ട്. ഉദാഹരണത്തിന് മതിലുകൾ, കൊടിയേറ്റം, സ്വയംവരം. അദ്ദേഹം അവസാനമായി ചെയ്ത 2016 ഇറങ്ങിയ പിന്നെയും എന്ന സിനിമ. അടൂർ ഗോപാലകൃഷ്ണൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ റിവ്യൂ എഴുതുക. പഴയ സിനിമ ഇഷ്ടമുള്ളവർ അത് എഴുതുക. മാർക്ക് വാങ്ങിക്കാൻ മാത്രം ഇഷ്ടമുള്ളവർ ഈ കൊടുത്തിരിക്കുന്ന ആൻസർ എഴുതിയാൽ മതിയാകും. നമുക്ക് ഫിലിം റിവ്യൂ നോക്കാം. എന്താണ് ഫിലിം റിവ്യൂ? ഇറ്റ് ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഫിലിം. സിനിമയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം ആണ് ഫിലിം റിവ്യൂ. ഫിലിംസ് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലെ റിവ്യൂ ഒക്കെ നോക്കിയ ശേഷമായിരിക്കും സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന റിവ്യൂ 2016 റിലീസായ കാവ്യമാധവനും ദിലീപും പ്രധാന വേഷത്തിൽ അഭിനയിച്ച പിന്നെയും എന്ന മൂവിയുടെ റിവ്യൂ ആണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്ത ഒരു ഫിലിമായിരുന്നു പിന്നെയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഫിലിമായിരുന്നു ഇത്. അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് വേണം പറയാൻ. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായ അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ഇത്. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിൻ്റെ കഥയെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഈ സിനിമയുടെ കഥ. ഈ റിവ്യൂ ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെ റിവ്യൂ എഴുതുക. പിന്നെയും ഈസ് അടൂർ ഗോപാലകൃഷ്ണൻസ് directorial after a gap of 8 years. Naturally, expectations are sky high, but whether the film meets the expectations is highly questionable. Purushothaman Nair, Dilip, is an educated but unemployed man in his 30s and the breadwinner of the family. His wife Devi, Kavya Madhavan, a school teacher. After repeated attempts, Purushothaman finally lands a job in the Middle East and things look up finally for the entire family, consisting of Devi's father, terminally ill brother, and the couple's 6-year-old daughter. Purushothaman is shown as a meek person who accepts the jabs thrown at him from the family with humility. So far, the film, set in a pre-mobile era in a small village, moves in a typical Adoor-esque pace, though some of the scenes and dialogues seem straight out of a play. All of a sudden, Purushothaman does something totally uncharacteristic of such a person, apparently overcome by greed. In fact, the move is totally uncharacteristic of the film as a whole, more on the lines of a badly made commercial film. There is a murder, a cover-up and an investigation, and it just goes downhill from there. The focus of the film is apparently on the changes that the different events bring about to the relationship between couple. But the outdated and predictable plot unfortunately reduces the film to some kind of farce eventually, and the emotional scenes start to make the audience cringe. Dilip and Kavya Madhavan present subtle performances and can be considered the only saving factors of the film. Nedumudi Venu, Vijay Raghavan and Indrans also do their parts well. However, with regard to the two teenage actors in the movie, the lesser the better. There is nothing incomprehensible to a lay viewer in Pinneyum, but the intensity and subtext one looks forward to is also missing. Next question. Imagine that you are going to interview a famous Malayalam film director or actor. What would you ask him? Prepare a set of questions for interviewing him. മലയാളത്തിലെ പ്രശസ്തനായ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആക്ടർ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നുവെന്ന് കരുതുക. അദ്ദേഹത്തോട് നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും? അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഏത് ഡയറക്ടർ ഏത് ആക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഡയറക്ടർ അല്ലെങ്കിൽ ആക്ടർ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ആൻസേഴ്സ് എഴുതേണ്ടതില്ല. ഇനി എക്സാമിന് ഡയറക്ടർ ഓർ ആക്ടറുടെ പേര് തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് പൊതുവായി ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പഠിച്ചു വയ്ക്കുക. ഇത് 2021 എക്സാമിന് 4 മാർക്കിൻ്റെ ചോദ്യമായി വന്നതാണ്. 4 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതാനാണ് വന്നത്. അത് ഫിലിം ആക്ടറിനെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഡയറക്ടറോ ആക്ടറോ ഏത് വന്നാലും അതിനനുസരിച്ച് മാറ്റി എഴുതുക.
ഇവിടെ ഒരു ഇൻ്റർവ്യൂവിൽ പൊതുവായി ചോദിക്കാൻ സാധിക്കുന്ന 10 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡു യു തിങ്ക് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഗോ ടു എ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഓർഡർ ടു ബിക്കം എ സക്സസ്ഫുൾ ഫിലിം ഡയറക്ടർ? ഒരു ഡയറക്ടറാകാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു ഡയറക്ടറോട് ചോദിക്കേണ്ട ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ തയ്യാറാക്കാനാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതുക. ആക്ടറോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ തയ്യാറാക്കാനാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ എ സക്സസ്ഫുൾ ഫിലിം ഡയറക്ടർ എന്നതിൽ ഫിലിം ഡയറക്ടർ എന്ന വേർഡിനു പകരം ആക്ടർ എന്ന് എഴുതുക. നെക്സ്റ്റ്, പ്ലീസ് ടെൽ us what inspired you to enter into the world of films? സിനിമ എന്ന ലോകത്തേക്ക് പ്രവേശിക്കാൻ താങ്കൾക്ക് പ്രചോദനമായത് എന്താണ്? ഈ ചോദ്യം ഒരു ഡയറക്ടറോടും ആക്ടറിനോടും ചോദിക്കാം. വാട്ട് വാസ് യുവർ ഫസ്റ്റ് ജോബ് ഇൻ ഫിലിം ആൻഡ് ഹൗ ഡിഡ് യു പ്രോഗ്രസ് ടു ഡയറക്ടർ? സിനിമയിൽ താങ്കളുടെ ആദ്യത്തെ ജോലി എന്തായിരുന്നു? എങ്ങനെയാണ് താങ്കൾ സംവിധായകനായി മാറിയത്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് OTT? OTTയുടെ ഭാവിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ക്വസ്റ്റ്യൻ ഡയറക്ടറോടും ആക്ടറോടും ചോദിക്കാം. വാട്ട് കൈൻഡ് ഓഫ് ഫിലിംസ് വുഡ് യു ലൈക്ക് ടു മേക്ക് ഇൻ ഫ്യൂച്ചർ? ഭാവിയിൽ ഏത് തരം സിനിമകൾ നിർമ്മിക്കാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഡയറക്ടറിനോട് ഇങ്ങനെ ചോദിക്കാം. ആക്ടറിനോട് ചോദിക്കുമ്പോൾ വുഡ് യു ലൈക്ക് ടു മേക്ക് ഇൻ ഫ്യൂച്ചർ എന്നതിൽ മേക്ക് എന്ന വേർഡ് മാറ്റിയ ശേഷം ആക്ട് എന്ന് ചേർക്കുക. ഭാവിയിൽ ഏത് തരം സിനിമകളിൽ അഭിനയിക്കാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു സേ ടു യുവർ ഫാൻസ്? താങ്കളുടെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? ഇത് ആക്ടറിനോടും ഡയറക്ടറോടും ചോദിക്കാം. വാട്ട് പ്രൊജക്ട്സ് ആർ യു വർക്കിംഗ് ഓൺ നെക്സ്റ്റ്? താങ്കളുടെ അടുത്ത ഫിലിംസ് പ്രോജക്റ്റ് ഏതൊക്കെയാണ്? ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആക്ടറിനോടും ഡയറക്ടറിനോടും ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഹൗ ഡു യു ചൂസ് യുവർ സ്റ്റാർ കാസ്റ്റ്? താങ്കൾ ഒരു സിനിമയിലേക്കുള്ള അഭിനേതാക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു റിസർച്ച് ആൻഡ് മേക്ക് ദ ഫിലിം? ഒരു സിനിമ ചെയ്യും മുമ്പ് താങ്കൾ അതിനുവേണ്ടി എത്ര നാൾ റിസർച്ച്, ഗവേഷണം നടത്തും? ഇഫ് യു ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു റീമേക്ക് എ ക്ലാസിക് ഫിലിം, വിച്ച് വൺ യു ഗോ ഫോർ? ഒരു ക്ലാസിക് ഫിലിം റീമേക്ക് ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏതായിരിക്കും താങ്കൾ തിരഞ്ഞെടുക്കുക? ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. എല്ലാവരും നന്നായി പഠിക്കുക. ഐ എം വൈൻഡിങ് അപ്പ്. താങ്ക് യു.